റെഡിയാണ്. ഓക്കെ. സോ സ്ക്രീൻ ഞാൻ കാണാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കാം. ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ തന്ന ഹോംവർക്കിലെ ഇതൊക്കെ മനസ്സിലായിരുന്നോ? എവിടെയാണ് പ്രശ്നം? മനസ്സിലായി. ഓക്കെ. സോ സ്ക്രീൻ കാണാലോ അല്ലേ? കാണുന്നുണ്ട്. വവൽസ് കോൺസണൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. വവൽസ് കഴിഞ്ഞതേ ഉള്ളൂ. സോ വവൽസ് ഈ പറയുന്ന ലെറ്റേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും കോൺസണൻസിൽ വരുന്നതാണ്. ഓക്കെ. വവൽസ് അല്ലാത്ത ഈ ലെറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോൺസണൻസ്. വ്യഞ്ജനാക്ഷരങ്ങൾ, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ. അപ്പൊ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് വേർഡ്സ് പറയാമോ? ബ സൗണ്ട്, ക സൗണ്ട്, ഡ, ഫ, ഗ അങ്ങനെയുള്ള എല്ലാ സൗണ്ട്സും വെച്ച് 2 വേർഡ്സ് വെച്ച് പറയാമോ? കോൺസ്റ്റൻസ് വേർഡ്സ് ആണോ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ബ ഫോർ ബോൾ ആൻഡ് ബുക്ക്. ബാ സൗണ്ട് അല്ലേ വരുന്നത്? അങ്ങനെ. അടുത്തത് ക സൗണ്ട്. ക്യാറ്റ്. സ്പീഡിൽ പറഞ്ഞു. കൗ. കൗ. ഡ. അടുത്തത് ഡെസേർട്ട്. ഡെസേർട്ട്. വെരി ഗുഡ്. ഡൈനാമോ. ഫ കൊണ്ട് ഫാദർ. ഫാമിലി. വെരി ഗുഡ്. പ്ലേസിന്റെ പേര് പറയാമോ? പ്ലീസ് പറയാം. മാക്സിമം എന്തെങ്കിലും ഒബ്ജക്ട്സോ വേർഡ്സോ അങ്ങനെ എന്തെങ്കിലും തിങ്സിന്റെ എന്തെങ്കിലും നോക്കുക. ഗ അല്ലേ? ഗ സൗണ്ട്. ജി അല്ലേ? ജി. ഗ. നമ്മൾ സൗണ്ട്സ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഗൗതം. ഗോട്ട് പറയാലോ. GOAT. ഗോഡ് പറയാം. ഗോഡ്. ഹാ സൗണ്ട്. ഹരിയാന. യെസ്. വേറെ ഏതെങ്കിലും വേർഡ്സ്? ഹെൻ. ഹിന്ദു. ഹെൻ. ശരി. അപ്പൊ ഇതുകൊണ്ട് എല്ലാം കൊണ്ടും പറയാനായിട്ട് പറ്റുമോ? ബാക്കിയുള്ള എല്ലാം ഇനി കുറച്ചും കൂടെ സ്പീഡിൽ പറയാമോ? പെട്ടെന്ന് കിട്ടുന്നില്ലല്ലേ വേർഡ്സ്? ഇല്ല. എനിക്ക് ടൈം എടുത്തോ, കുഴപ്പമില്ല, പറഞ്ഞു. ഹെൻ, ഹരിയാന. അടുത്തത് ജാ സൗണ്ട് പറയൂ. ജാ. ഈ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? ജെ സൗണ്ട്. ജാ. ജാസ്മിൻ. ജാസ്മിൻ. ജെറുസലേം. ഓക്കെ. കെ സൗണ്ട്. കൈറ്റ്. കിലോമീറ്റേഴ്സ്. ഇനി അടുത്തത് എൽ സൗണ്ട്. ലയൺ. ലൈഫ്. എം. മണി. മണി ആൻഡ് മെച്യൂർഡ്. അതാണോ? മെച്യൂരിറ്റി ആണോ? അതെ. ഓക്കെ. സോ ബാക്കി ഹോംവർക്ക് ആയിട്ട് എനിക്ക് എഴുതി തന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ക്ലാസ് കഴിയുമ്പം എനിക്ക് വോയിസ് ഇട്ടാലും മതി, ടൈം എടുത്തിട്ട്. ഓക്കെ. ഓക്കെ.
സോ നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഈ കോൺസണൻസ് വവൽസ് ഈ രണ്ട് സാധനങ്ങളും കൂടി ചേരുന്നതാണ് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വേർഡ് എടുത്തു കഴിഞ്ഞാലും ആ വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയുണ്ട്? വവൽസും ഉണ്ട്, കോൺസണൻസും ഉണ്ട്. ഓക്കെ. കോൺസണൻസ്. സോ വേർഡ്സ് ആർ എ മിക്സ്ചർ ഓഫ് വവൽസ് ആൻഡ് കോൺസണൻസ്. അപ്പൊ ഇവിടെ ഹെയ്റ്റ് എന്നുള്ള വേർഡ് അത് നമ്മൾ HATE, അതിലെ H എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്, ആണോ? അതെ. വവൽ എന്ന് പറയുമ്പോൾ AEIOU ആണല്ലോ ലെറ്റേഴ്സ്. ആ ലെറ്റേഴ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. A എന്ന് പറയുന്നതോ വവലാണ്. വവൽസ് ആണ്. T എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. കോൺസണന്റ്. E എന്ന് പറയുന്നത് എന്താണ്? വവൽ. വവലാണ്. അപ്പോ ടച്ച് എന്ന് പറയുന്ന വേർഡ് അതേപോലെ ഒന്ന് ചെയ്യാവോ? ആ പേപ്പർ ആ ബുക്കിൽ ഒന്ന് എഴുതി നോക്കാവോ? പ്ലീസ് റൈറ്റ് ദിസ് ഡൗൺ. ടച്ച് എന്ന് പറയുന്ന വേർഡ് ഒന്ന് എഴുതിക്കേ നോക്കട്ടെ. ഓക്കെ. റൈറ്റ്. ഈ താഴത്തുള്ള വേർഡ്സ് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാവോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഒന്ന് ടച്ചിന്റെ എങ്ങനെയാ? CV. CV. VCC. CV. C. ഇതെന്തുവാ? C ആണോ? HC അല്ലേ? H ആണോ? C അല്ലേ? അതെ. ഓക്കെ. റൈറ്റ് അതെ. ആണെങ്കിലോ? C. V. CC. CV. CV. CCC. റൈറ്റ്, കറക്റ്റ്. അടുത്തത് ബ്ലോ. C. ഹലോ. കേക്കാം. CC. CC. VC. CCVC. വെരി ഗുഡ്, റൈറ്റ്. അടുത്തത് ക്യൂട്ട്. CV. 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 ലാസ്റ്റ് വൺ. CVC. CVC. വെരി ഗുഡ്. അപ്പം അതും മനസ്സിലായി. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ നോക്കുക. വേർഡ്സ് ആണ് അല്ലെ? ഏത് സെന്റൻസ് എടുത്താലും വേർഡ്സുകൾ കാണാം, ആണോ? അപ്പൊ വേർഡ്സ്, അതെ, വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ വോൾ. ഇഷ്ടമുള്ള വേർഡ്സ് നമുക്ക് ആലോചിക്കാം. ഇനി കുറെ വേർഡ്സ് ചേർന്ന് വരുന്ന സാധനങ്ങളാണ് ഫ്രേസുകൾ എന്ന് പറയുന്നത്. ഫ്രേസസ്. ഓക്കെ. ഈ ഫ്രേസുകൾ ഞാനിപ്പം ഓൺ എ വോൾ അല്ലെങ്കിൽ ഇൻ ദ കോർണർ, കപ്പ് ഓഫ് ടീ, ഇത് മൂന്നും ഫ്രേസുകളാണ്. കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഒരു കപ്പ് ഓഫ് ടീ നമുക്ക് കൂടുതൽ മീനിങ് ഒന്നും അതിനകത്ത് കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു കാര്യം, ഓൺ ദ വോൾ അല്ലെങ്കിൽ ഇൻ ദ കോർണർ, ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പൊ അതൊക്കെ
മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണോ? മീനിങ് ഉണ്ടോ അതിന്റെ അകത്ത്? ഒരു കപ്പ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ മീനിങ് ഉണ്ടോ? മീനിങ് പകുതി മീനിങ് ഉണ്ട്. അല്ല, അതെ. കംപ്ലീറ്റ് മീനിങ് ഇല്ലാത്ത സാധനങ്ങളെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ കുറച്ച് ഫ്രേസുകൾ പറയാവോ? ഫ്രേസസ് ഞാൻ പറയണോ? പറഞ്ഞു. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് സ്റ്റുഡൻസ്, ഐ മീൻ ട്രെയിനീസ് വേണമല്ലോ. ഓക്കെ, ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ. ഇൻ ദി റോഡ്. യെസ്, വെരി ഗുഡ്. ഇൻ ദ റോഡ്. ഇതിന്റെ നോക്കി നമുക്ക് പറയാമല്ലോ. എങ്ങനെയാണെങ്കിലും പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. സോ അടുത്തത് ഫ്രേസസ് മാറിയിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി കംപ്ലീറ്റ് മീനിങ് കിട്ടുന്ന സാധനങ്ങളാണ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി സിറ്റ്സ് ഓൺ എ വോൾ എന്ന് പറയുമ്പോൾ അവൻ വോളിന്റെ മുകളിൽ ഇരിക്കുന്നു. കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ആണോ? സോ കുറച്ച് സെന്റൻസുകൾ പറയാമോ? ഇപ്പൊ ഡെയിലി ലൈഫിൽ യൂസ്, ക്യാൻ യു പ്ലീസ് മേക്ക് സം സെന്റൻസസ്? ഡെയിലി ലൈഫിൽ പറയുന്ന കുറച്ച് സെന്റൻസുകൾ മീനിങ് ഫുൾ ആയിട്ടുള്ള. He is standing there. He is standing there. കറക്റ്റ്. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ല. റൈറ്റ് ആൻസർ. ഫെബിൻ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? I finished my breakfast. He finished his breakfast അല്ലേ? I finished my breakfast. I finished my breakfast. Very good. I'm listening to the class. Yes. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മീനിങ് ഉണ്ടാകും. പൂർണ്ണമായിട്ടുള്ള അർത്ഥം തരുന്ന കാര്യങ്ങളെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിനെ അല്ലെങ്കിൽ എന്തിനേയും നമുക്ക് സെന്റൻസസ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടോ? റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രെയിനീസിന് പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ നോട്ട്സുകളൊക്കെ തരാം. എന്താ ഇതേപോലെ നോട്ട്സ് അല്ലേ വേണ്ടത്? അതെ. സോ നമുക്കൊരു 15 മിനിറ്റ്സ് ഒരു ഇന്ന് മുതല് സ്പീക്കിംഗ് ടാസ്ക് ചെയ്യാം. ഓക്കെ. സോ ക്യാൻ യു പ്ലീസ് ഡിസ്ക്രൈബ് യുവർ ഡേ ടുഡേ? A day in my life എന്ന് പറയുന്ന പോലെ, a day in my office. How did you start your day? I wake up 5 o'clock early morning. At എത്ര മണിക്കാ? 5 o'clock. You woke up. Yes. I wake up and ready to go my office. Okay. അങ്ങനെ ഒന്നും ടെൻഷനോ അല്ലെങ്കിൽ നെർവസ്നെസ് ഉണ്ടോ? നെർവസ് ആണോ സംസാരിക്കുമ്പോ? ടെൻഷൻ ഉണ്ടോ? അല്ല, ചില സമയത്ത് വേർഡ്സ് കിട്ടത്തില്ല, അതേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പറയാം. ഓക്കെ. സോ യു വോക്ക് അപ്പ് at 5 o'clock and after that Okay, I attend morning meeting. Did you reach your office? Yes. Office? I reached my office at 5:55. And go for a morning meeting. So the distance between your place and your office is almost 1 hour, isn't it? No. Actually, our reside in desert. And I am staying in a mini camp. Only 5 minutes distance between rig and main camp. Okay, yeah.
So, tell me, you can continue. You reached your office, then Okay. what you did there? Office. Okay. And I go to for morning meeting. Morning, you had some meetings, isn't it? Yeah. Daily have morning meeting. Okay. What are the things that you discuss in your meeting? This what operation going on there, Hmm. and this if somebody need anything for the operations, they ask me for request materials. Okay, you give assistance and support to the people who need it, isn't it? Yes. Okay, that's it. Very good. After meeting, I go to my office Uh, and I take my breakfast, hmm. So and what after I check what you had for your breakfast? uh, tuna sandwich. Tuna sandwich. And how did it taste? Was it delicious? Yeah. Yes. Good. So, do you miss your homely food? You're from Yeah, I miss so Kollam, much. right? Ah, Kollam. Yes, Kollam. Yeah, okay. I miss so much. So we will come to that Then, topic later. then, Hmm. okay. Then I check my mails. Yeah. After I request some materials for operations. So after receiving the mails, you will check it. And every single day, will you receive Yes. mails every day? Yes, 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 yes. So based on that mails, you open it, you check it out, and you'll go to that places, isn't it? Based on the task Yes, that is. yes. Yeah. We Very have good. software for purchasing equipments and materials. Hmm. Okay, then some daily routines. I check some equipments readings. Equipments and what did you say? Readings for this tower light, Ah, okay. and I sent this yesterday daily report. So do you need to submit your report every day? Yes, Oh, yes, I need support every day. What job done daily basis. ah, every day you are doing some tasks. So those tasks Yes, those tasks have to be informed. And you in which yes, yes. so you have to write it in which language? Means English. In English you have to write. yeah, English. Yes, we have already format. Have templates. Oh, very good. So with the help of templates, you can complete the work, isn't it? Yes, yes, yes. Yes. Uh, are you already familiar with that template format? Yeah. So very Ah, easy for that. because you already know the format, isn't it? Yes, 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 yes. Just like that, when you study this English language course, definitely there is a format for that. How to make Okay, sentences with these words. And once you start by hearting all those things through practice and drill, definitely you can speak fluently, write fluently, read fluently, listen. Okay. okay. Yeah. So confidence is the thing that you should have to do all these things. I think you have enough and more, Oh, isn't it? okay, Do you agree okay. with me? Yes. Yeah. Yeah. Okay. So, is that over? Your routine, your day in your life, or you have Yes. to continue? Yeah. But after reaching the No. workplace, Okay. what you usually do?
I check stores. Here have container stores under Okay. my Hmm. that, and after I check, and if something need, I will give request to my coordinators, Okay. and some equipments need to follow up. Hmm. After that, Hmm. I will come to my room. Hmm. So how many you're working what are I mean your working hours starts from 5 6 to 6 to 6, morning 6 to evening 6. okay, so after that you are completely free, isn't it? Yeah. Okay, that's good. Then anything else? No, okay, over. Okay, so can you say something? For today this is enough, isn't it? മതിയോ ഇത്രയും? Okay. അതോ കുറച്ചും കൂടെ മതി പറയാം? മതി. അല്ല ആ ഒരു ഷൈനസ് അല്ല, മാറി. കുഴപ്പമില്ല, ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ, സോ ഇനി നമുക്കൊരു 8 മിനിറ്റ്സും കൂടി ഉണ്ട്. ജസ്റ്റ് അതിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ ഇംഗ്ലീഷിലെ ഏത് സെന്റൻസ് എടുത്താലും നമുക്ക് ആ സെന്റൻസിൽ കാണാൻ പറ്റുന്ന കുറച്ച് വേർഡ്സുകളാണ് ഈ ആം, എസ്, ആർ, വാസ്, വെയർ, ഹാഡ്, ഡിഡ്, എക്സെട്ര. കേട്ടിട്ടില്ലേ ഈ പറയുന്ന വേർഡ്സുകളെല്ലാം? വേർഡ്സ് ശരിക്കും ഓക്സിലറി വേർബ്സ് എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് അതൊന്നും അത്രയും ഓക്സിലറി എന്നൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഈ വേർഡ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്യാൻ യു മേക്ക് സം സെന്റൻസസ് വിത്ത് ദീസ് വേർഡ്സ് ഇൻ ഇറ്റ്? ആം കൊണ്ട് there is already a format for you. ഇത് കണ്ടോ? ഫോർ എക്സാമ്പിൾ ഐ ആം കൊണ്ട് ഒരു 2-3 സെന്റൻസ്. ഐ ആം ഹാപ്പി. I am happy. ഇനിയും കുറച്ചും കൂടെ സെന്റൻസ് 2-3 ട്രൈ ടു മേക്ക്. Okay. I am sad. ഐ എം സാഡ്. ദെൻ ഞാൻ ഇന്റലിജന്റ് ആണ്. I am intelligent. ദെൻ പറഞ്ഞു. I am Batman. യു ആർ Batman. ബാറ്റ്മാൻ എന്നാണോ അതോ ബാഡ് മാൻ? അതെ അതെ, ബാറ്റ്മാൻ എന്നാണ്. അതെ. യെസ്. ദെൻ വിത്ത് ഇസ് കൊണ്ട് എന്തെങ്കിലും പറയാമോ? ഷീ ഈസ് ലേറ്റ്, അതുപോലെ എന്തെങ്കിലും. അവൾ എന്റെ കസിൻ ആണ്. അവൾ എന്റെ കേക്കാവോ? ഹലോ, കേക്കാം. കേക്കുന്നുണ്ടോ? കേക്കാം. ഓഡിബിൾ ആണ്. അവൾ എന്റെ കസിൻ ആണ്. She is my cousin. യെസ്, എക്സാക്ട്ലി, റൈറ്റ് അപ്പ്, കറക്റ്റ്, വെരി ഗുഡ്. പിന്നെ ഞാനൊരു വേർഡ് ഷെയർ ചെയ്ത് തന്നായിരുന്നല്ലോ. എന്റെ കൂട്ടുകാരൻ ഒരു പിശുക്കനാണ്. ആ വേർഡ് എന്തുവായിരുന്നു? ഞാൻ മൈസർ, MISCR, മൈസർ. My friend is a miser. വെരി ഗുഡ്. ഗ്രേറ്റ്. സോ സ്വന്തമായിട്ട് ഇനി വേറെ എന്തെങ്കിലും ഇസ്സോട് പറയാൻ പറ്റുമോ? ഇസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരാളുടെ കൂടെയാണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അവൾ ബ്യൂട്ടിഫുൾ ആണ്, ആ ഒരു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി. ഹീ ഈസ് ഹാൻസം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. എന്നാ ആറ് യൂസ് ചെയ്യുന്നത് കുറച്ച് പേരുള്ളപ്പോഴാണ്, മോർ ദാൻ 1 person. അവര് ഹാപ്പിയാണ്, ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? They are happy. Just make some more sentences with R. ആറ് വെച്ച് കുറച്ചും കൂടെ പറയാൻ പറ്റൂ? Where are you? Where are you? Very good.
പിന്നെ വാസ് കൊണ്ട് ഷീ വാസ് ഹാപ്പി. മീനിങ് അവൾ ഹാപ്പിയാണ്. അപ്പോ ഷീ ഈസ് ഹാപ്പിയോ? They was happy. ഷീ വാസ് ഹാപ്പി, ഷീ ഈസ് ഹാപ്പി. വാട്ട്സ് ദ ഡിഫറൻസ്? ഞാൻ ടൈപ്പ് ചെയ്യണോ? ടൈപ്പ് ചെയ്യട്ടെ. ഇല്ല അത് ഷീ ഒരാളാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്തൊക്കെയാ പറഞ്ഞത്? ഓക്കെ. ഷീ ഈസ് ഹാപ്പി. She was happy. പിന്നെ ഷീ വാസ് ഹാപ്പി അല്ലേ? അതെ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഞാൻ പറയാം. ആദ്യത്തേത് ഷീ ഈസ് ഹാപ്പി എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അവൾ ഹാപ്പി ആണ് എന്ന് വെച്ചാ പ്രസന്റില് ഇപ്പൊ അവൾ ഹാപ്പിയാണ്. ഓക്കെ. ഓക്കെ. ഷീ വാസ് ഹാപ്പി എന്ന് പറയുമ്പോ അവൾ ഹാപ്പി ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ളതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള കാര്യം. ഇപ്പൊ അവള് ഹാപ്പി അല്ല. മനസ്സിലായോ? ഓക്കെ. മനസ്സിലായി. അവിടെയാണ് നമ്മൾ ആ കോൺസെപ്റ്റുകളെല്ലാം കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. തേർഡ് ലെവലൊക്കെ ആവുമ്പോഴാണ്, സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ ആവുമ്പോഴാണ് വോസും ഇസും ഒക്കെ കുറച്ചും കൂടി സെക്കൻഡ് ലെവലിലാണ് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ വോസ് ആൻഡ് ഇസ്. മനസ്സിലായില്ലേ? ഒരു മിനിറ്റ്. ആ ഓക്കെ, മനസ്സിലായി. അപ്പോ ഇസും വോസും കൊണ്ട് വേറെ 2 സെന്റൻസ് കൂടെ പറയാവോ? നൗ യു ഗോട്ട് ദ പോയിന്റ്. യെസ്. പറഞ്ഞോ. They was waiting. ദേ വേണ്ട, ഒരാളെ വെച്ച് പറഞ്ഞു. ദേ കുറെ പേരുണ്ട്. ഓക്കെ. ഫെബിനെ വെച്ച് തന്നെ പറഞ്ഞു. ഫെബിനെ വെച്ച് തന്നെ പറഞ്ഞു. ഈസ് വെച്ചോ? അല്ല, ഫെബിൻ എന്ന് പറയുന്ന ആ വേർഡ് വെച്ച് തന്നെ പറഞ്ഞു. ഫെബിൻ ഈസ് വെയിറ്റിംഗ്. ഫെബിൻ ഇസ് വെയിറ്റിംഗ്. ഫെബിൻ ഭയങ്കര ടയേർഡ് ആണ്. അത് ഇങ്ങനെ പറയും, ഇപ്പൊ ടയേർഡ് ആണ്. ഫെബിൻ ഈസ് ടയേർഡ് ആണോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഗ്രേറ്റ്, കറക്റ്റ് ആണ്. ഫെബിൻ ഇസ് ടയേർഡ് മീനിങ് ഫെബിൻ ഇപ്പോ ടയേർഡ് ആണ്. ഫെബിൻ ഇസ് ടയേർഡ്. ഫെബിൻ ഇപ്പോ ടയേർഡ് അല്ല, നേരത്തെ ടയേർഡ് ആയിരുന്നു. അതെങ്ങനെയാ പറയുന്നത്? ഫെബിൻ വാസ് ടയേർഡ്. വെരി ഗുഡ്. ഇപ്പോ ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി. ഇനി കുറച്ചുകൂടെ എക്സാമ്പിൾസ് വേണോ? അല്ല, മനസ്സിലായി. അത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ഓക്കെ. സോ അപ്പൊ ഈ 4 സെന്റൻസസ് ഒന്ന് എഴുതാവോ? ഈസ് വരുമ്പോ നമ്മള് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇസ് പ്രസന്റ് ആണ്. ഇസും ആറും പ്രസന്റ് ആണ്. അതെ, നമ്മൾ കുറച്ചും കൂടി ഇനി അങ്ങോട്ട് വരുന്ന സ്ലൈഡ്സിൽ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ. ആം ഇസ് ആറ് എപ്പോഴും പ്രസന്റ് ആണ്. ഐ ആം ഹാപ്പി, ഷീ ഇസ് ഹാപ്പി, ദേ ആർ ഹാപ്പി. ഓക്കെ. ആം ഇസ് ആർ എല്ലാം തരം പ്രസന്റിലാണ്. വാസും വേറും എപ്പോഴും പാസ്റ്റിലാണ്. ദേ വേർ ഹാപ്പി. ഓക്കെ. ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഇത് ഈ നോട്ട്സ് ഷെയർ ചെയ്യാം, എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഡൗട്ട്സ് ഉള്ളത്. ഓക്കെ. സോ ഇപ്പൊ എന്തായാലും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായില്ലേ? ടൈം ആയല്ലോ. ഓക്കെ. സോ നാളെ നമുക്ക് ബാക്കി മൺഡേ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. നാളെ ഇല്ലല്ലേ? ഓക്കെ, അപ്പം വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ.